ദ ഗാർഡൻ പാർട്ടി ബൈ കാത്രീൻ മാൻസ്ഫീൽഡാണ് നമ്മളിന്ന് നോക്കുന്നത്. കാത്രീൻ മാൻസ്ഫീൽഡ് ന്യൂസിലൻഡിലാണ് ജനിച്ചത്. ആൻഡ് ലേറ്റർ ഷീ മൈഗ്രേറ്റ് ടു ഇംഗ്ലണ്ട്. അതായത് ഒരു ഓതർ ആവാൻ വേണ്ടി, കരിയറിന് വേണ്ടിയാണ് അവർ ഇംഗ്ലണ്ടിലോട്ട് മൈഗ്രേറ്റ് ചെയ്തത്. അവരുടെ ഫസ്റ്റ് കളക്ഷൻ എന്ന് പറയുന്നത് ഇൻ എ ജർമ്മൻ പെൻഷൻ എന്നായിരുന്നു. അതായത് ജർമ്മൻസിനെ സെറ്ററിക്കലി പോർട്രേ ചെയ്യുന്ന ഒരു വർക്കായിരുന്നു അത്. ഒരു ഇംഗ്ലീഷ് വുമണിൻ്റെ വ്യൂ പോയിന്റിലൂടെ ജർമ്മൻസിനെ സെറ്ററിക്കലി പോർട്രേ ചെയ്യുക. ആൻഡ് അതർ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് ബ്ലിസ് ആൻഡ് അതർ സ്റ്റോറീസ്. ബ്ലിസ് എന്ന് വെച്ചാൽ ഹാപ്പിനെസ്. ദ ഗാർഡൻ പാർട്ടി ആൻഡ് അതർ സ്റ്റോറീസ് ഒക്കെ ആയിരുന്നു അതർ വർക്ക്സ് എന്ന് പറയുന്നത്. നമുക്കിതിനകത്ത് ദ ഗാർഡൻ പാർട്ടിയിലാണ് നമുക്കിന്ന് ഗാർഡൻ പാർട്ടി എന്നുള്ള വർക്കാണ് നമുക്കിന്ന് പഠിക്കേണ്ടത്. ഓസ്കാർ വൈൽഡ് എന്നുള്ള റൈറ്ററിനെ വെച്ചിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള റൈറ്ററാണ് നമ്മുടെ കാത്രീൻ മാൻസ്ഫീൽഡ്. അതുപോലെ തന്നെ ഇവരുടെ വർക്ക്സിനകത്ത് മിഡിൽ ക്ലാസ് പീപ്പിൾ, വാറിൻ്റെ കോൺസിക്വൻസസ്, ഈ റിലേഷൻഷിപ്സിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് ഇവരും ഡിസ്കസ് ചെയ്യുന്നത്. മാൻസ്ഫീൽഡ് മരിച്ചത് ട്യൂബർകുലോസിസ് വന്നിട്ടാണ്. ആൻഡ് 34 ആയിരുന്നപ്പോഴാണ്, അതായത് യങ് ഏജ് ഓഫ് 34 ഇവർ മരിച്ചത്. അപ്പോൾ ഈ ഗാർഡൻ പാർട്ടി എന്നുള്ള ഈ ഒരു വർക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം 1 ഇയറിന് ശേഷമാണ് ഇവർ മരിച്ചുപോയത്. അപ്പോൾ ഗാർഡൻ പാർട്ടി എന്ന് പറയുന്നത് ലോറ ഒരു ടീനേജ്ഡ് ഡോട്ടറാണ് ഷെറിഡൻ ഫാമിലിയിൽ. വളരെ വെൽതി ആയിട്ടുള്ളൊരു ഫാമിലിയാണ് ഷെറിഡൻ ഫാമിലി. ഈ ഷെറിഡൻ ഫാമിലിയിലെ ടീനേജ് ഡോട്ടറാണ് ലോറ. അവളുടെ സ്റ്റോറിയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഇവരുടെ ഫാമിലി ഒരു ഗാർഡൻ പാർട്ടി പ്ലാൻ ചെയ്യുവാണ് അവരുടെ എസ്റ്റേറ്റിൽ വെച്ചിട്ട്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. ഒരു ലേബററിൻ്റെ ഡെത്തും, അതുപോലെ തന്നെ ഈ റിച്ചിൻ്റെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് പുവർ പീപ്പിൾ എന്താണെന്നും, പിന്നെ വേൾഡ് വാർ ഫസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഒരു വർക്ക് സ്റ്റോറി എഴുതിയിരിക്കുന്നത്. വേൾഡ് വാർ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 1914 to 1918 ഈ ഒരു സ്റ്റോറി എഴുതിയിരിക്കുന്നത്. മാൻസ്ഫീൽഡിന്, നമ്മുടെ റൈറ്ററിൻ്റെ യങ്ങർ ബ്രദർ ഉണ്ടായിരുന്നു. അയാൾ ഈ വേൾഡ് വാർ ഫസ്റ്റിലെ ഗ്രനേഡ് ബ്ലാസ്റ്റിൽ മരിച്ചുപോയി. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസിലും കൂടിയാണ് ഈ ഒരു ഗാർഡൻ പാർട്ടി എന്നുള്ള സ്റ്റോറി എഴുതുന്നത്. അതായത് ഡെത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇതിനകത്ത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അതുപോലെ തന്നെ വർക്കിംഗ് ക്ലാസ് പീപ്പിളും റിച്ച് പീപ്പിളും തമ്മിലുള്ള, അതായത് ലേബറും റിച്ച് ആൻഡ് പുവർ പീപ്പിൾ തമ്മിലുള്ള ആ ഒരു ഡിവിഷനും എങ്ങനെയാണെന്നും, അതുപോലെ തന്നെ സോഷ്യൽ തീംസും ഒക്കെയാണ് ഇതിനകത്ത് വന്നു പോകുന്നത്, എലോങ് വിത്ത് ദി തീം ഓഫ് ഡെത്ത്. അപ്പോൾ നമുക്ക് സമ്മറിയിലോട്ട് പോവാം. ഒരു ലവ്ലി സമ്മറാണ് സീസൺ. ആ ലവ്ലി സമ്മർ മോർണിംഗിൽ ഷെറിഡൻ ഫാമിലിയിലെ ഗാർഡനർ ആ ഒരു ഗാർഡനൊക്കെ ഇങ്ങനെ ടെൻറ്റ് ചെയ്ത് നടക്കുകയാണ്. അയാളിങ്ങനെ, അതായത് ഒരു ഗാർഡൻ പാർട്ടി വരുന്നത് കൊണ്ട് ഇയാൾ ഈ ഗാർഡനിലെ ഫ്ലവേഴ്സിനെയും അതുപോലെ തന്നെ ഗാർഡനിലെ എല്ലാം ക്ലീനാക്കി ഇയാളിങ്ങനെ പോവുകയാണ്. അപ്പം മിസ്സസ് ഷെറിഡൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് അവരുടെ 2 മക്കളായിട്ടുള്ള മെഗുമായിട്ടും ലോറയുമായിട്ടും. ആൻഡ് ആ സമയത്ത് 4 ലേബറേഴ്സ് അറൈവ് ചെയ്യുവാണ് ഒരു ടെൻറ്റ് അല്ലെങ്കിൽ മാർക്വി കൺസ്ട്രക്ട് ചെയ്യാൻ. ടെൻറ്റ്, അതായത് ഈ ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നല്ല വൈറ്റ് കളറിലെ ഐവറി കളറിലെ ടെൻറ്റൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യുമല്ലോ. ആ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി 4 ലേബറേഴ്സ് വന്നു. ആ ടെൻറ്റിന് ഇവിടെ പറയുന്ന വേർഡ് എന്ന് പറയുന്നത് മാർക്വി എന്നാണ് കേട്ടോ, MARQUEE. അപ്പോൾ മിസ്സസ് ഷെറിഡൻ ലോറയുടെ അടുത്ത് പറയുവാണ്. ലോറ എന്ന് പറയുന്നത് വളരെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു കുട്ടിയാണ്, ലേഡിയാണ്. ഓക്കെ, അപ്പോൾ ആ ലോറയുടെ അടുത്ത് പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, മാർക്വിയുടെ, അതായത് ഈ ടെൻറ്റിൻ്റെ ലൊക്കേഷനും അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ അടുത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ ലോറയാണ് നമ്മുടെ മിസ്സസ് ഷെറിഡൻ പറഞ്ഞു വിടുന്നത്. അപ്പം മെഗും ലോറയും മിസ്സസ് ഷെറിഡൻ്റെ മക്കളാണ്. അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റി കിട്ടിയപ്പോൾ തന്നെ ലോറ വളരെയധികം എക്സൈറ്റഡ് ആയി. അവൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റും എടുത്തുകൊണ്ട് ഈ 4 വർക്കേഴ്സിൻ്റെ കൂടെ ആ ഒരു ടെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയേക്കുവാണ്. അപ്പോൾ ലോറ പിന്നെ അമ്മ ഗ്രീറ്റ് ചെയ്യുന്ന കണക്ക്, അതായത് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുകയും, പക്ഷെ അവൾ തപ്പിപ്പോയി, അതായത് അവൾ സ്റ്റാമർ ചെയ്ത് പോയി. അവൾക്കൊരു പേടിയായിപ്പോയി ലേബറേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാൻ ആദ്യം. ഓക്കെ, അപ്പം ഒരു ഫ്രണ്ട്ലി, അതപ്പോൾ അതിലൊരു ലേബറർ ഇവരെ നോക്കി ചിരിച്ചപ്പോൾ നമ്മുടെ ലോറ കുറച്ചും കൂടി റിലീവ്ഡായി, കുറച്ച് ആശ്വാസമായി, പേടിയൊക്കെ മാറി. അവരെന്ത് ചെയ്യാൻ തുടങ്ങി, നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയ ലോറ അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലില്ലി ലോണിൽ, അതായത് ലില്ലി പൂക്കളുള്ള സ്ഥലത്ത് ടെൻറ്റ് കെട്ടാമെന്ന് പറയുവാണ്. പക്ഷെ ഒരു ലേബറർ ഒബ്ജക്റ്റ് ചെയ്തു. അത് പറഞ്ഞ്, അതായത് അതൊരു പ്രോമിനൻറ്റ് ലൊക്കേഷൻ അല്ല, നമുക്കിങ്ങനെ നല്ലൊരു ലൊക്കേഷനിൽ വേണം ഈ ഒരു ടെൻറ്റ് അടിക്കാനെന്ന് ഒരു ലേബറർ പറഞ്ഞു. ആൻഡ് നറേറ്റർ നമ്മുടെ റീഡേഴ്സിൻ്റെ അടുത്ത്, ഒരു നറേറ്ററാണ് ഇതൊക്കെ പറയുന്നത്, നറേറ്റർ റീഡേഴ്സിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യുവാണ്. ഈ ലോറ വർക്ക്മെൻ പറയുന്ന എന്താണോ അതാണ് അതായത് ആ സജഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ലോറ പറയുവാണ്, ഒരു കാര്യം ചെയ്യും, ടെന്നീസ് കോർട്ടിൻ്റെ കോർണറിൽ വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ വർക്ക്മെൻ പറഞ്ഞു, അവിടെ കുറച്ച് കരാക്ക ട്രീസ് ഉണ്ട്, അതിൻ്റെ അടുത്ത് നമുക്ക് ഒരു കാര്യം ചെയ്യാം, ടെൻറ്റ് അടിച്ച് കെട്ടാമെന്ന് പറഞ്ഞു. അപ്പം നറേറ്റർ ആ ഒരു ട്രീസിൻ്റെ കാര്യമൊക്കെ നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത്. എന്നിട്ട് നറേറ്റർ തന്നെ പറയുവാണ്, ഈ ഒരു ടെൻറ്റ് അടിക്കുമ്പോൾ ഈ ട്രീസിനെ ആരും കാണത്തില്ല. അങ്ങനെ അത് കഴിയുമ്പോൾ ഈ വർക്ക്മെൻ ടെൻറ്റ് അടിക്കാൻ ഇങ്ങനെ അസംബിൾ ചെയ്ത് നിൽക്കുവാണ്. ലോറ നോക്കിയപ്പോൾ ഒരു വർക്ക്മാൻ അല്ലെങ്കിൽ ഒരു ലേബറർ അവിടെ ഉള്ള ഒരു ലാവൻഡർ പ്ലാന്റ് സ്മെല്ല് ചെയ്യാൻ വേണ്ടി കുനിയുന്നത് കണ്ടു.
അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴത്തേക്കും നമുക്ക് ലോറയ്ക്ക് മനസ്സിലായി ഇവരൊക്കെ വളരെ എക്സ്ട്രാ ഓർഡിനറി നൈസ് ആയിട്ടുള്ള ആളുകളാണെന്നും ഇവൾക്ക് റിലേഷൻസ് ഉള്ള ഈ സില്ലി റിച്ച് പീപ്പിൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ റിച്ച് ബോയ്സ് ഉണ്ടല്ലോ, അവരെക്കാട്ടിലുമൊക്കെ നല്ല ഭേദമാണ് ഇവരെന്നും ആരാണ് ഈ ലേബറേഴ്സ് എന്നും ലോറയ്ക്ക് മനസ്സിലായി. ആൻഡ് അവർ പറയുവാണ് ഈ ആവശ്യമില്ലാത്ത ഈ ക്ലാസ് ഡിവിഷൻസ് ഉണ്ടല്ലോ, അപ്പർ ക്ലാസ്, ലോവർ ക്ലാസ്, അല്ലെങ്കിൽ റിച്ച് പൂർ ഡിവിഷൻസ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്തതാണ്, അതിനെ റിജക്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് നമ്മുടെ ലോറ മനസ്സിലിങ്ങനെ കരുതുവാണ്. ആൻഡ് ആ സമയത്ത് ഒരാൾ, നമ്മുടെ ഒരു ലേബറർ ലോറയെ മേറ്റി എന്ന് വിളിക്കുവാണ്, അതായത് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. ആർ യു റൈറ്റ് ദെയർ ഫ്രണ്ട് എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ലോറ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പറഞ്ഞു ആൻഡ് പറയുവാണ്, നമ്മുടെ മൈൻഡിൽ പറയുവാണ്, ഓ എനിക്കൊരു വർക്ക് ഗേൾ അല്ലെങ്കിൽ ഒരു ലേബറർ ഗേളിനെ പോലെയാണ് എനിക്കിപ്പോൾ തോന്നുന്നതെന്ന് പറയുവാണ്. അതായത് അവൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് ആ വർക്കേഴ്സിൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുവാണ്. ആൻഡ് അവളുടെ നെയിം കേൾക്കുമ്പോൾ, അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് അവൾക്കൊരു ഫോൺ കോൾ വരുവാണ് ലോറയ്ക്ക്. ലോറ ഉടനെ അകത്തോട്ട് കയറുന്ന വഴിക്ക് ഇവളുടെ അച്ഛനെയും ബ്രദർ ലോറിയെയും കാണുകയാണ്, മിസ്റ്റർ ഷെറിഡനെയും ബ്രദർ ലോറിയെയും കാണുവാണ്. ആൻഡ് ലോറി പറയുവാണ് ഈ കോട്ടിന് അയൺ വേണമെന്ന് ലോറയുടെ അടുത്ത് ചോദിക്കുകയാണ് അവളുടെ ബ്രദർ. അപ്പം ഇവള് പറഞ്ഞു എന്താണ്, ഇവളുടനെ അയാളെ കെട്ടിപ്പിടിക്കുക, അതായത് ബ്രദറിനെ കെട്ടിപ്പിടിക്കുകയും പാർട്ടീസ് വളരെ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തിട്ട് ടെലിഫോണിൻ്റെ അടുത്തോട്ട് ഓടുകയാണ് നമ്മുടെ ലോറ. അപ്പോൾ ലോറയ്ക്ക് കിറ്റി മെയ്റ്റ്ലാൻഡിൻ്റെ കിറ്റിയുടെ കോളാണ് വന്നത്. ആൻഡ് അവളെയും പാർട്ടിയുടെ, അതായത് ലഞ്ചിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിയിലോട്ട് ഇൻവൈറ്റ് ചെയ്തു ലോറ. മിസ്സസ് ഷെറിഡൻ ആ സമയത്ത് ലോറയെ വിളിക്കുകയാണ്, അതായത് ഷൗട്ട് ചെയ്യുവാണ് അപ്സ്റ്റേഴ്സിൽ നിന്ന്. അതായത് ലോറയുടെ അടുത്ത് പറയുവാണ്, കഴിഞ്ഞ സൺഡേ ഇട്ട സ്വീറ്റ് ഹാറ്റ്, അതായത് ആ തൊപ്പി നീ ഇന്ന് ഇട്ടുകൊണ്ട് വേണം ഇറങ്ങാനെന്ന് പറയുവാണ്. എന്നിട്ട് മിസ്സസ് ഷെറിഡൻ ആ ഒരു ടെൻറ്റ് കെട്ടുന്നതും അങ്ങോട്ട് ബാക്കിയുള്ള ആക്ടിവിറ്റീസിലോട്ട്, അതാ പാർട്ടി പ്ലാനിങ്ങിൻ്റെ ആക്ടിവിറ്റീസിലോട്ട് മിസ്സസ് ഷെറിഡൻ പതുക്കെ ഇൻവോൾവ് ആവുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് ഡോർബെൽ അടിക്കുകയും ഷെറിഡൻ്റെ ഫാമിലി സെർവൻറ്റ്, അതായത് ഷെറിഡൻ ഫാമിലിയുടെ സെർവൻ്റ് ആയിട്ടുള്ള സേഡി ആൻസർ ചെയ്യുകയും ചെയ്യുവാണ്. ഇതൊക്കെ അതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞു ഇൻസ്റ്റൻസസ് ആണ്, അല്ലെങ്കിൽ സിറ്റുവേഷൻസ്, ഇവൻറ്റ്സ് ആണ്. ലോറ എന്ത് ചെയ്യുവാണ്, ഫ്ലോറിസ്റ്റ് വന്നു കുറേ ലില്ലി പൂക്കളുമായിട്ട്. അപ്പോൾ ഒരുപാട് ലില്ലി പൂക്കൾ ഉള്ളതുകൊണ്ട് ലോറ പറയുവാണ് എന്തിനാ ഇതിൻ്റെ ഇത്ര ആവശ്യം. അപ്പം മിസ്സസ് ഷെറിഡൻ പറഞ്ഞു എനിക്ക് അത്രയും വേണം എന്ന് പറഞ്ഞു. ഇത് ഒരുപാട് എക്സസ് ലില്ലീസ് ഉണ്ടെന്ന് ലോറ പറഞ്ഞപ്പോൾ മിസ്സസ് ഷെറിഡനാണ് പറഞ്ഞു, ഇല്ല ഞാൻ മനഃപൂർവ്വം അത്രയും ഇൻറ്റൻഷനലി ഓർഡർ ചെയ്തതാണ്, എനിക്കിതിനെ നല്ല രീതിയിൽ കാണാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു. ആൻഡ് ലോറ പറയുവാണ് അമ്മ ഇതിനകത്തൊന്നും ആവശ്യമില്ലാതെ ഇൻ്റർഫിയർ ചെയ്യേണ്ട ഈ പാർട്ടി പ്ലാനിങ്ങിൽ. പക്ഷേ മിസ്സസ് ഷെറിഡൻ എന്ത് ചെയ്തു, അവൾ പറഞ്ഞത് റിജക്റ്റ് ചെയ്തിട്ട് ഫ്ലോറിസ്റ്റ്, അതായത് ഈ ലില്ലി പൂക്കൾ കൊണ്ടുവന്ന ഫ്ലോറിസ്റ്റിൻ്റെ അടുത്ത്, ആ ഡെലിവറി മാൻ്റെ അടുത്ത് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടി പോയി. അതാണ് ഫസ്റ്റ് സെക്ഷനകത്ത് ഹാപ്പൻ ചെയ്തത്. സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് നറേറ്റീവ് പിന്നെ ഷിഫ്റ്റ് ചെയ്യുന്നത് ഡ്രോയിങ് റൂമിലോട്ടാണ്. അവിടെ ഇവരുടെ സെർവൻ്റ് ആയിട്ടുള്ള ഹാൻസും അതുപോലെ തന്നെ അതായത് ഷെറിഡൻ ഡോട്ടേഴ്സ് പിന്നെ 2 പേരൂടെ ഉണ്ട്. അപ്പം 5 മക്കളാണുള്ളത്, 4 പെൺകുട്ടികളാണ്. അപ്പോൾ വേറെ മറ്റ് 2 ഷെറിഡൻ ഡോട്ടേഴ്സ്, അതായത് ടോട്ടൽ 4 മക്കളാണുള്ളത്. ഓക്കെ, അപ്പം മറ്റേ 2 മെഗും പിന്നെ ഹോസെ എന്ന് പറയുന്ന 2 ഷെറിഡൻ ഡോട്ടേഴ്സും, അതായത് ആ ഫാമിലിയിലുള്ള 2 മക്കളും കൂടി പിയാനോയുടെ അടുത്തോട്ട് മൂവ് ചെയ്യുവാണ്. അപ്പോൾ ഹോസെ പറയുവാണ്, ഹോസയ്ക്ക് വളരെ ഇഷ്ടമാണ് ഈ JOSE എന്നാണ് ഹോസെ എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്തത്. ഹോസെ പറയുവാണ് എനിക്ക് സെർവൻസിനെ കമാൻഡ് ചെയ്യാൻ വളരെ ഇഷ്ടമാണെന്നും, എന്നിട്ട് ഈ ഹാൻസ് എന്നുള്ള സെർവൻറ്റിനെ ഇവള് കമാൻഡ് ചെയ്യുവാണ്, റൂം റീഅറേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമാൻഡ് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ആൻഡ് മെഗിൻ്റെ അടുത്ത് ഹോസെ പറയുവാണ് പിയാനോ ഒന്ന് പ്രാക്ടീസ് ഒന്ന് പ്ലേ ചെയ്യ്, അത് പാർട്ടിക്ക് ചിലപ്പോൾ സിംഗ് ചെയ്യേണ്ടി വന്നാലോ എന്ന് പറയുവാണ്. അപ്പോൾ ഹോസെ ഒരു മെലങ്കോളിക് സോങ് ആണ് പാടുന്നത്. മെലങ്കോളിക് സോങ് എന്ന് വെച്ചാൽ സാഡ് സോങ് ആണ് പാടുന്നത്. ആ സമയത്ത് ലോറയും മിസ്സസ് ഷെറിഡനും എൻ്റർ ചെയ്യുവാണ് ഡ്രോയിങ് റൂമിലോട്ട്. സോങ്ങിൻ്റെ വളരെ സാഡസ്റ്റ് പോർഷനിൽ ഹോസെ പറയുവാണ് വളരെ ബ്രില്യൻ്റ് ആയിട്ട്, അതായത് ഹോസെ ഇങ്ങനെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള രീതിയിലൊരു അൺസിമ്പത്തറ്റിക് സ്മൈൽ ചെയ്യുകയാണ്. ആൻഡ് ഇൻക്വയറി ചെയ്യുവാണ് എനിക്ക് നല്ല വോയിസ് അല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് ഹോസെ. അപ്പോൾ പാട്ട് തീരുന്നതിന് മുന്നേ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ സേഡി വന്നിട്ട് മിസ്സസ് ഷെറിഡൻ്റെ അടുത്ത് അതായത് പറയുവാണ് കുക്കിന് ഒരുപാട് സാൻഡ്വിച്ചസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഐറ്റംസ് വേണമെന്ന് പറയുന്നു. മിസ്സസ് ഷെറിഡൻ പറഞ്ഞു ഓക്കെ ഞാനത് കുക്കിൻ്റെ കയ്യിൽ എത്തിക്കാം, കുറച്ച് സമയം കൂടി കഴിഞ്ഞിട്ടെന്ന് പറയുന്നു. ആൻഡ് പിള്ളേർ പറയുവാണ്, ഇവരുടെ ഡോട്ടേഴ്സ് പറയുവാണ് അല്ലെങ്കിലും അമ്മയ്ക്ക് പക്ഷേ ഈ കാര്യങ്ങളൊന്നും എവിടെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ലെന്ന് പിള്ളേർ പറയുവാണ്. ഓക്കെ, മിസ്സസ് ഷെറിഡൻ എന്നിട്ട് മെഗിൻ്റെ അടുത്തും ഹോസയുടെ അടുത്തും പറയുവാണ് പാർട്ടിക്ക് വേണ്ടി ഡ്രസ്സ് ചെയ്യും. എന്നിട്ട് ലോറയുടെ അടുത്ത് പറയുവാണ് ഈ സാൻഡ്വിച്ചിന് വേണ്ടുന്ന ഐറ്റംസിലൊക്കെ പേരെഴുതി വെക്കാൻ പറയുകയാണ്. അതായത് ഈ സാൻഡ്വിച്ചിൻ്റെ പുറത്ത് കുറച്ച് കുഞ്ഞു ഫ്ലാഗ്സ് വെച്ചിട്ട് അതിൻ്റെ പുറത്ത് പേരെഴുതുന്നത്. അപ്പോൾ ഈ ഫ്ലാഗ്സ് ഇല്ലായിരുന്നു കുക്കിൻ്റെ കയ്യിൽ, ആ ഫ്ലാഗ്സ് ആണ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആ സെർവൻറ്റ് വന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് പിന്നെ നമ്മുടെ മിസ്സസ് ഷെറിഡൻ എന്നിട്ട് പറയുവാണ് ഹോസയുടെ അടുത്ത് പറയുവാണ് ഒരു കുക്കിനെ കാമാക്കി വെക്ക്, എന്നിട്ട്
എനിക്ക് പേടിയാണ് കുക്കിനെ എന്ന് നമ്മുടെ ആര് പറയാണ്, മിസ്റ്റർ ഷെറിഡൻ അല്ല, സോറി, നമ്മുടെ ലോറ പറയുവാണ്. ഈ ഹോസെ എന്ന് പറയുന്ന കുറച്ച് കമാൻഡിങ് നേച്ചർ ആയതുകൊണ്ട് ലോറയുടെ അടുത്ത് പറഞ്ഞ കാര്യം ലോറ ഹോസയുടെ അടുത്ത് പറയുകയാണ്. അതായത് കുക്കിൻ്റെ അടുത്ത് കുറച്ചൊന്ന് കാമായിട്ടിരിക്കാൻ, എനിക്ക് അയാളെ ഒന്നാമതേ പേടിയാണെന്ന് ലോറ ഹോസയുടെ അടുത്ത് പറയുവാണ്, അതായത് അനിയത്തിയുടെ അടുത്ത് പറയുവാണ്. ആ ഒരു പിന്നെ ആ ഫ്ലാഗ്സ് ഇരിക്കുന്ന എൻവലപ്പ് കിട്ടി ഡൈനിങ് റൂമിൻ്റെ ക്ലോക്കിൻ്റെ അടുത്തുനിന്ന്. മിസ്സസ് ഷെറിഡൻ എന്നിട്ട് കുട്ടികളെ ഇങ്ങനെ വഴക്ക് പറയും, നിങ്ങളാണ് ഇതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചത് അല്ലെങ്കിൽ മിസ്പ്ലേസ് ചെയ്തതെന്ന് വഴക്ക് പറയും. കിച്ചണിൽ ലോറ എന്ത് ചെയ്യാണ്, ഫ്ലാഗ്സ് കൊണ്ട് കൊടുക്കുന്നു. ഹോസെ കുക്കിനെ പ്രൈസ് ചെയ്യുവാണ്. അതായത് 15 ടൈപ്പ് ഓഫ് സാൻഡ്വിച്ചസ് ആണ് ഇയാൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. കുക്ക് ഇത് കേൾക്കുമ്പോൾ, ഈ ഒരു പ്രൈസ് കേൾക്കുമ്പോൾ കുക്ക് വെറുതെ ചിരിക്കുകയാണ് ചെയ്യുന്നത്. പാൻട്രി സൈഡിൽ നിന്ന് സേഡ് റിവീൽ ചെയ്യുവാണ്, ഗോഡ്ബറിൻ്റെ ആളുകൾ ക്രീം പഫ്സ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുവാണ്. ഗോഡ്ബർ ആരാണെന്നൊന്നും പറയുന്നില്ലെങ്കിൽ ഗോഡ്ബറിൻ്റെ ആളുകൾ ഇതുപോലെ ഗോഡ്ബറിൻ്റെ ഒരു ഡെലിവറി മാൻ ഇതുപോലെ ക്രീം പഫ്സ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നു പാൻട്രി റൂമിൽ നിന്നും. കുക്ക് ഇൻസ്ട്രക്ട് ചെയ്യാണ് സേഡിയുടെ അടുത്ത് അത് അകത്ത് കൊണ്ടുപോയി പാർട്ടിക്ക് വേണ്ടി അറേഞ്ച് ചെയ്യാൻ പറയുവാണ്. ലോറ മെൻഷൻ ചെയ്യുവാണ് ഈ ഷെറിഡൻ്റെ, അതായത് ഷെറിഡൻ ഫാമിലിയിൽ പണ്ടും ഇതുപോലെ തന്നെ പാർട്ടീസൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ പണ്ടത്തെ ഏതോ ഒരു പാർട്ടിയിൽ കൊണ്ടുവന്ന ക്രീം പഫ്സ് പോലെയാണ് ഇതിരിക്കുന്നതെന്നും അപ്പോൾ ഹോസെ ഇങ്ങനെ എഗ്രി ചെയ്യുന്നുണ്ട് ശരിയാണെന്നും പറഞ്ഞിട്ട്. പിന്നെ കുക്ക് ഗേൾസിന് ഓരോരുത്തർക്കും വീണ്ടും ക്രീം പഫ്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് ക്രീം പഫ്സ് അതായത് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഉടനെ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്നപ്രോപ്രിയേറ്റ് ആണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അത് രണ്ടുപേരും കഴിച്ചു തീർക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ലോറ എന്ത് ചെയ്യാണ്, ഗാർഡനിലോട്ട് പോവുകയാണ് വീണ്ടും വർക്കേഴ്സിനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടി. ലോറ വെളിയിൽ ഇറങ്ങിയപ്പോഴത്തേക്കും ഗോഡ്ബറിൻ്റെ മാൻ, അതായത് ഗോഡ്ബറിൻ്റെ ഈ ക്രീം പഫ്സ് കൊണ്ടുവന്ന ഗോഡ്ബറിൻ്റെ മാൻ ആനിമേറ്റഡ്ലി സാഡിയുടെ അടുത്തും ഹാൻസിൻ്റെ അടുത്തും നമ്മുടെ കുക്കിൻ്റെ അടുത്തും ഒരു സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അയാൾ വളരെ ഹൊറിഫൈഡ് ആയിട്ടിരിക്കുവാണ്. ഗോഡ്ബറിൻ്റെ മാൻ ഇൻഫോം ചെയ്യാണ് ലോറയുടെ അടുത്ത്, സ്കോട്ട് എന്ന് പറയുന്ന ഒരു കാർട്ട് ഡ്രൈവർ ഉണ്ട്, അയാൾ ഇച്ചിരി താഴെയാണ് താമസിക്കുന്നത്, നമ്മുടെ ഇവരുടെ വീടിൻ്റെ കുറച്ചും കൂടെ താഴെയാണ് താമസിക്കുന്നത്. അയാൾക്കൊരു ടെറിബിൾ ആക്സിഡൻറ്റ് പറ്റി അയാളുടെ ഭാര്യയും 5 കുഞ്ഞുങ്ങളും ഒറ്റപ്പെട്ടു പോയി താമസിക്കുവാണെന്നാണ് പറയുന്നത്. ലോറ വളരെയധികം ഷോക്ക്ഡായി ന്യൂസ് കേട്ടിട്ട്. ആൻഡ് അവർക്ക് പാർട്ടി നിർത്തണം എന്നുള്ള രീതിയിൽ ലോറ മൈൻഡിൽ ഇങ്ങനെ ആലോചിക്കും. ബട്ട് ഹോസെ പറയുവാണ് ക്യാൻസൽ ചെയ്യാനൊന്നും പറ്റത്തില്ല. അതെന്ന് പറയുന്നത് അതായത് ഈ സ്കോട്ട് എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടി എന്തിനാണ് ഈ പാർട്ടി ക്യാൻസൽ ചെയ്യുന്നത്, അത് റിഡിക്കുലസ് ആയിട്ടുള്ള കാര്യമാണെന്ന് ഹോസെ പറയുന്നു. നറേറ്റർ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്, സ്കോട്ട്സ് എന്ന് പറയുന്നത് ഒരു വല്ലാത്ത പൊളിഞ്ഞു വീഴാറായ ആ ഒരു ഫാമിലി പൊളിഞ്ഞു വീഴാറായ കോട്ടേജിലാണ് താമസിക്കുന്നത്. അത് ഹില്ലിൻ്റെ താഴെയാണ് താമസിക്കുന്നത്. അത് ഷെറിഡൻ്റെ ഈ ഒരു ഫാമിലിയുടെ അടുത്താണ്, വീടിൻ്റെ അടുത്താണ്. ബാക്കി അവരുടെ അടുത്ത് താമസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് പൂറായിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ അവരുടെ അടുത്ത് താമസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർ ഫാമിലീസും കൂടിയാണ്. അപ്പം ഷെറിഡൻ്റെ മക്കൾ, അതായത് ഈ ഷെറിഡൻ ഫാമിലിയിലുള്ള പിള്ളേർ ഒരിക്കലും ആ ഏരിയയിലോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. പക്ഷേ ലോറയും ലോറയുടെ ബ്രദറും കൂടി ആ ഏരിയയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആൻഡ് അവരെല്ലായിടത്തും പോയിട്ടുണ്ട്. അതായത് അവർക്ക് എല്ലായിടത്തും പോകണം, എല്ലാം കാണണം എന്നുള്ള ഒരു ടൈപ്പ് പിള്ളേരാണ് ലോറിയും. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നു ഇവർക്ക് ചിലപ്പം അയാളെ പേഴ്സണലി അറിയായിരിക്കും ലോറയ്ക്ക്. അതുകൊണ്ടായിരിക്കും ലോറ പറഞ്ഞത് ഈ ഒരു പാർട്ടി നമുക്ക് ക്യാൻസൽ ചെയ്യാമെന്ന്. ഹോസെ പറയുവാണ്, സ്കോട്ടിൻ്റെ അടുത്ത് കുറച്ച് സിമ്പതിയൊക്കെ ഉണ്ട്, പക്ഷേ എന്നും പറഞ്ഞ് ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ പേരും പറഞ്ഞ് ഈ ഒരു പാർട്ടി ഒന്നും സ്റ്റോപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതായത് ഓരോ സമയത്ത് ഓരോരുത്തർക്കും ഓരോ ആക്സിഡൻറ്റ് വരുമ്പോൾ ഓരോ പാർട്ടി വീതം നിർത്താൻ പറ്റുമോ, അങ്ങനെയൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ആൻഡ് വീണ്ടും ഹോസെ പറയുവാണ് സ്കോട്ട് ചിലപ്പോൾ കുടിച്ചിട്ടായിരിക്കും ഇരുന്നത്. അത് കേട്ടപ്പോൾ ലോറയ്ക്ക് വളരെ ദേഷ്യമായി. ലോറ ഉടനെ അത് അമ്മയുടെ അടുത്ത് ഇൻഫോം ചെയ്യാൻ പോയി, ഈ ഒരു ആക്സിഡൻറ്റിൻ്റെ കാര്യം. ലോറ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും മിസ്സസ് ഷെറിഡൻ എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞത്, മിസ്സസ് ഷെറിഡൻ്റെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് വിത്തൗട്ട് എനി സിമ്പതി. ഒരു സിമ്പതി ഇല്ലാതെ മിസ്സസ് ഷെറിഡൻ പറയുകയാണ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് മിസ്സസ് ഷെറിഡൻ അങ്ങ് പോവുകയാണ്, ഹോസെ പറഞ്ഞതുപോലെ തന്നെ. എന്നിട്ട് പറയുവാണ് അങ്ങനെ ഷെറിഡൻ ഫാമിലി ഒന്നും ആവശ്യമില്ലാതെ അവരുടെ ഫാമിലിയുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ പോവണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അല്ലാതെ പാർട്ടി ഒന്നും നിർത്തേണ്ട കാര്യമൊന്നുമില്ലാന്ന് മിസ്സസ് ഷെറിഡൻ പറഞ്ഞു. എന്നിട്ട് അവളുടെ കയ്യിലിരിക്കുന്ന ഹാറ്റ് എടുത്ത് ലോറയുടെ ഹെഡിൽ വെച്ചിട്ട് പറഞ്ഞു നല്ല പ്രിട്ടി ആയിട്ടുണ്ട്. എന്നിട്ടൊരു കണ്ണാടി കാണിച്ചു കൊടുത്തു. ലോറ എന്ത് ചെയ്യുവാണ്, ഈ ഒരു ഡിസ്ട്രാക്ഷൻ, അതായത് ലോറയ്ക്ക് ഈ ഒരു ആക്ഷൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ മിസ്സസ് ഷെറിഡൻ എന്ത് ചെയ്തു, വളരെ അൺസിമ്പത്തറ്റിക് ആണ്, സ്പോയിൽഡ് ആണ്, ബാക്കിയുള്ളവരുടെ എൻജോയ്മെൻ്റ് ഒക്കെ ഇവളെ സ്പോയിൽ ചെയ്യുമെന്നും പറഞ്ഞ് ഇവളെ വഴക്ക് പറഞ്ഞു. ഓക്കെ, ലോറ അപ്സെറ്റ് ആയിട്ട് ബെഡ്റൂമിലോട്ട് പോവാണ്. ആൻഡ് അൺഇൻറ്റൻഷനലി ഇവള് മിററിൽ നോക്കിയപ്പോൾ ഇവളുടെ അമ്മയുടെ ഹാറ്റ് കണ്ടു തലയിലിരിക്കുന്നത്. ആൻഡ് ആ സമയത്ത് ഇവൾക്ക് മനസ്സിലായി, ഞാൻ നല്ല ഗുഡ് ലുക്കിംഗ് ആണ് ഈ ഹാറ്റ് ഇട്ടപ്പോൾ, അതുകൊണ്ട് പാർട്ടി ഒന്നും ക്യാൻസൽ ചെയ്യണ്ട എന്നിങ്ങനെ അവളുടെ മൈൻഡ് പെട്ടെന്ന് തന്നെ മാറി. ഓക്കെ, അപ്പം മിസ്റ്റർ സ്കോട്ടിൻ്റെ ഫാമിലിയുടെ കാര്യം പെട്ടെന്ന് അവളുടെ മൈൻഡിൽ വന്നെങ്കിലും പക്ഷേ അത് വളരെ അൺറിയൽ ആയിട്ട് ഇവൾക്ക് തോന്നി. അതായത് ഒരു ബ്ലേഡ് ആയിട്ട് അവൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ, അതായത് അവൾ കൂടുതൽ ഒരു സിമ്പതി ഫീലിംഗ് ഒന്നും ഇപ്പോൾ അവൾക്ക് തോന്നാതെ ആയി. അപ്പം ആ ഒരു ഇഷ്യൂ അവൾ സൈഡിൽ വെച്ചിട്ട്, അതായത് ആ ഒരു ഇഷ്യൂ അവൾ മറന്നിട്ട്
അവൾ എന്ത് ചെയ്യാണ്, പാർട്ടിയിലോട്ട് ജോയിൻ ചെയ്യാൻ പോവാണ്. അതായത് ലഞ്ച് തുടങ്ങാൻ പോവാണ്. അത് ബാക്കിയുള്ളവരെ ലഞ്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ലോറയും ഇറങ്ങി. ലഞ്ച് കഴിഞ്ഞിട്ട് ബാൻഡ് വന്നു ടെന്നീസ് കോർട്ടിൻ്റെ കോർണറിൽ. അവിടെ ഒരു ഗസ്റ്റ് ഉണ്ട്, കിറ്റി മെയ്റ്റ്ലാൻഡ്. അതായത് നമ്മുടെ ഫോണിൽ വിളിച്ചല്ലോ നേരത്തെ ലോറെ, അവൾ വന്നിരിക്കുന്നു. ആൻഡ് അവരെല്ലാവരും ഗ്രീൻ കളർ ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. ബാൻഡുകാരും ഈ കിറ്റി മെയ്റ്റ്ലാൻഡും എല്ലാവരും കൂടി ഗ്രീൻ കളർ ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത്. ലോറ ഓഫീസിൽ നിന്ന് വന്നു, എന്നിട്ട് അകത്ത് കയറി ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഈ സ്കോട്ടിൻ്റെ ഫാമിലി ലോറ റിമെമ്പർ ചെയ്യുന്നുണ്ട്. ആൻഡ് പിന്നെ ലോറി പറയുവാണ്, ആ നല്ല ഹാറ്റ്, നീ ഒരു കാര്യം ചെയ്യ്, ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നിൻ്റെ ഹാറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ബ്രദർ വന്നിട്ട്. ഗസ്റ്റുകൾ വരുന്നുണ്ട്, അവർ ഗാർഡനിലെല്ലാം വാണ്ടർ ചെയ്യുന്നുണ്ട്, ലോറയെ പ്രൈസ് ചെയ്യുന്നുണ്ട്. ലോറ വളരെയധികം ഹാപ്പി ആയിട്ട് നിൽക്കുവാണ്. ആൻഡ് എന്നിട്ട് ലോറ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുവാണ്, ഈ ബാൻഡിന് വന്ന ആളുകൾക്ക് ഡ്രിങ്ക്സ് പ്രൊവൈഡ് ചെയ്യേണ്ടതെന്ന്. സഡൻലി പാർട്ടി എൻഡ് ചെയ്യുവാണ്. ലോറയും മിസ്സസ് ഷെറിഡനും ഫെയർവെൽ, അതായത് സഡൻലി ദ പാർട്ടി എൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പാർട്ടിയൊക്കെ എൻഡ് ചെയ്തു, എല്ലാം തീർന്നു. മിസ്സസ് ഷെറിഡനും ലോറയും കൂടി എല്ലാവരുടെ അടുത്തും എല്ലാ ഗസ്റ്റുകളുടെ അടുത്തും ഫെയർവെൽ പറയുവാണ്. മിസ്സസ് ഷെറിഡൻ എന്നിട്ട് പറയുവാണ്, ഈ ഇവൻ്റ് ഒരു സക്സസ് ആണ്, പക്ഷേ വളരെയധികം ടയേർഡാണ് ഇവർ. കാരണം എന്താണ്, ഈ കുട്ടികൾക്ക് എപ്പോഴും പാർട്ടീസ് കൊടുക്കണം, അതുകൊണ്ട് എനിക്ക് വളരെ ടയേർഡാണ്, എനിക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ലെന്നുള്ള രീതിയിൽ വളരെ ഫേക്കായിട്ട് നമ്മുടെ മിസ്സസ് ഷെറിഡൻ അവിടെ വെച്ച് സംസാരിച്ചു. എന്നിട്ട് ഷെറിഡൻസ് എല്ലാവരും കൂടി ടെൻറ്റിനകത്തോട്ട് കയറി, അതായത് ഷെറിഡൻ ഫാമിലി ഫുള്ള്. മിസ്റ്റർ ഷെറിഡൻ സ്കോട്ടിൻ്റെ ഡെത്ത് പറഞ്ഞു. അത് മിസ്റ്റർ ഷെറിഡൻ വേറെ ആരുടെ കയ്യിൽ നിന്ന് അറിഞ്ഞതാണ്. മിസ്റ്റർ ഷെറിഡൻ എന്നിട്ട് പറയുവാണ്, ലോറയ്ക്ക് ഈ പാർട്ടി ക്യാൻസൽ ചെയ്യണം എന്നുണ്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. മിസ്റ്റർ ഷെറിഡൻ പറയുവാണ്, വളരെ കഷ്ടമായി പോയി, സോറി എന്നൊക്കെ ഒരു കൈൻഡ് ഓഫ് സോറോ പോലെ ഇയാളിങ്ങനെ പറയുവാണ്. അപ്പം പക്ഷേ നെറേറ്റർ പറയുവാണ്, അത് വളരെ ഫേക്കായിട്ടാണ് നെറേറ്ററിന് തോന്നിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. മിസ്റ്റർ ഷെറിഡൻ എന്നിട്ട് ആദ്യമേ റെസ്പോണ്ട് ചെയ്തില്ല. എന്നിട്ട് പിന്നീട് പറയുവാണ്, റിമൈനിങ് പാർട്ടി ഫുഡ് നമുക്കൊരു കാര്യം ചെയ്യാം, സ്കോട്ടിൻ്റെ ഫാമിലിക്ക് കൊണ്ട് കൊടുക്കാമെന്ന് പറയുന്നു. ലോറ ഹെസിറ്റേറ്റ് ചെയ്യുന്നു, പിന്നീട് അവസാനം സമ്മതിക്കുന്നു. എന്നിട്ട് ഈ ബാസ്ക്കറ്റും എടുത്തുകൊണ്ട് അമ്മയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഫില്ല് ചെയ്യുവാണ് ലോറ. മിസ്റ്റർ ഷെറിഡൻ എന്ത് ചെയ്യുവാണ്, കുറേ ലില്ലീസും കൂടി ഇതിനകത്ത് വെക്കുവാണ്. അതായത് ഈ പുവർ പീപ്പിളിന് ഈ ലില്ലീസൊക്കെ കാണുമ്പോൾ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരിക്കും, ഇംപ്രസീവ് ആയിരിക്കും. പിന്നീട് അവർ എന്ത് ചെയ്യാണ്, ഹോസെ പറയുവാണ്, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ മിസ്റ്റർ ഷെറിഡൻ അവളുടെ മൈൻഡ് മാറ്റുവാണ്. ആൻഡ് എന്നിട്ട് പറയുവാണ്, ഈ ലോറയുടെ ഡ്രസ്സ് ചിലപ്പോൾ ഈ ലില്ലിപ്പൂക്കളുടെ സ്റ്റെമ്മ് കൊണ്ട് ചീത്തയാവും, ലോറയിലേ കൊടുക്കാൻ പോകുന്ന ഫുഡ്, അതുകൊണ്ട് അത് വേണ്ടെന്ന് ഹോസെ പറയുന്നു. അങ്ങനെ ആ പ്ലാൻ അവർ വേണ്ടാന്ന് വെക്കുകയാണ് ചെയ്യുന്നത്. ലോറ എന്നിട്ട് ഗാർഡനിൽ നിന്ന് പോവുകയാണ്, റോഡിലോട്ട് ഇറങ്ങി. ഈവനിങ് ആയിരുന്നു. ആൻഡ് സക്സസ്ഫുൾ പാർട്ടിയുടെ തോട്ട്സിലൊക്കെ ഇവളിങ്ങനെ നടക്കുവാണ് നമ്മുടെ ലോറ. അപ്പം കോട്ടേജിൻ്റെ അവിടെ എത്തി. ഷീ സഡൻലി റിയലൈസസ്, അതായത് ആ ഒരു ഔട്ട്ഫിറ്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും, അതായത് ഇവളിപ്പോൾ ധരിച്ചിരിക്കുന്ന ഔട്ട്ഫിറ്റ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റാണ്. അപ്പോൾ ഇത് ധരിച്ചുകൊണ്ട് ആ ഒരു കോട്ടേജസിൻ്റെ അടുത്തോട്ട് പോകുമ്പോൾ വളരെയധികം ഒരു ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ട് തോന്നുന്നു, വളരെയധികം വിയേർഡായിട്ട് തോന്നുന്നു ഇവൾക്ക്. ആൻഡ് ഇവൾ വളരെ വറീഡ് ആവുന്നു, അതായത് വരണ്ടായിരുന്നു, ഇങ്ങോട്ട് ഫുഡുമായിട്ട് വരണ്ടായിരുന്നു എന്ന് ഇവൾക്കിപ്പം തോന്നി. പക്ഷേ ഓൾറെഡി സ്കോട്ടിൻ്റെ റെസിഡൻസിലെത്തി. അവിടെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അസംബിൾ ചെയ്തിരിക്കുകയാണ്. ക്രൗഡ് വളരെ ക്വയറ്റായി. ലോറ വളരെയധികം നെർവസ് ആയിട്ട് നോക്ക് ചെയ്തു. ആൻഡ് എന്നിട്ട് ബാസ്ക്കറ്റ് അവിടെ വെച്ചിട്ട് പോകാൻ ഒരുങ്ങുവാണ്. ആ സമയത്ത് ഡോറ് ഓപ്പണായി. ഒരു സ്ത്രീ വന്നിട്ട് ലോറയെ അകത്തോട്ട് വിളിക്കുവാണ്. അപ്പോൾ ലോറ പറഞ്ഞു ഞാൻ വരുന്നില്ലെന്ന്. പക്ഷേ ലോറയെ ഇങ്ങനെ അകത്തോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോറ ഇങ്ങനെ ഭയങ്കര വെപ്രാളപ്പെടുവാണ്. അതായത് ബാസ്ക്കറ്റ് അവിടെ വെച്ചിട്ട് പെട്ടെന്ന് പോകാൻ വേണ്ടി ലോറ ഇങ്ങനെ നിൽക്കുവാണ്. വുമൺ ഇങ്ങനെ ലോറയെ, ആ ഡോറ് തുറന്ന സ്ത്രീ ലോറയെ അവളുടെ സിസ്റ്ററിന് പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. എം എന്നാണ്. അത് അവർ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. പക്ഷേ ലോറ എന്തിനാണ് വന്നതെന്നുള്ള രീതിയിൽ ഇവരെല്ലാവരും ആലോചിച്ചുകൊണ്ടും ഇരിക്കുവാണ്. ലോറ എന്നിട്ട് ഷീ ട്രൈസ് ടു ലീവ്, പക്ഷേ ആക്സിഡൻ്റലി സ്കോട്ടിൻ്റെ ഡെഡ് ബോഡി കിടക്കുന്ന റൂമിലോട്ട് അറിയാതെ അവൾ കയറി പോവും. എമ്മിൻ്റെ സിസ്റ്റർ അസ്യൂം ചെയ്യും ലോറയ്ക്ക് ഡെഡ് ബോഡി കാണണമെന്ന്. അങ്ങനെ ലോറയ്ക്ക് കാണാൻ വേണ്ടി ഡെഡ് ബോഡി അൺകവർ ചെയ്ത് കൊടുക്കും, അതായത് ആ മൂടി മാറ്റി കൊടുക്കും. ഡെഡ് ബോഡി ഫുൾ കവർ ചെയ്ത് കിടക്കുകയാണ്. മുഖം കാണണമെന്ന് വിചാരിച്ചിട്ടാണ് ലോറ അകത്ത് കയറിയെന്ന് വിചാരിച്ച് ഈ എമ്മിൻ്റെ സിസ്റ്റർ എന്ത് ചെയ്യും, ഇത് തുറന്ന് കാണിച്ചു കൊടുക്കും ഡെഡ് ബോഡി. ലോറയ്ക്ക് ഒരു കൈൻഡ് ഓഫ് ലോറ അത് സ്കോട്ടിൻ്റെ ലൈഫ്ലെസ് ബോഡി കാണുമ്പോൾ ലോറയ്ക്കൊരു കൈൻഡ് ഓഫ് സെറനിറ്റി ഫീൽ ചെയ്യും. അതായത് എന്തോ ഒരു കൈൻഡ് ഓഫ് ഒരു പീസ്ഫുൾനെസ് ഫീൽ ചെയ്യും. അതായത് ഇയാൾ ഉറങ്ങുവാണെന്നും എന്തോ ഒരു ഡ്രീമിലാണെന്നും ഒക്കെയാണ് തോന്നുന്നത്. അതായത് ഈ ഗാർഡൻ പാർട്ടീസും ഈ ബാസ്ക്കറ്റും ഇതുപോലുള്ള ഫ്രോക്കുകളും ഒന്നുമില്ലാത്ത ഏതോ ഒരു സെറീനായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പീസ്ഫുൾ പ്ലേസിലാണ് ഇയാളെന്നും അയാൾ എന്തോ ഒരു ഡ്രീമിലാണെന്ന് ഇവൾക്ക് തോന്നും. അറ്റ് ദ സെയിം ടൈം ഇവൾക്ക് എന്താണ്, അതായത് ഈ ഒരു ഡെഡ് ബോഡി കാണുമ്പോൾ ആളുകൾ കരയണമല്ലോ. അപ്പോൾ അവൾക്ക് കരച്ചിലും വന്നു ഈ ഒരു സീൻ കണ്ടപ്പോൾ. അപ്പം പെട്ടെന്ന് ഇവൾ പറഞ്ഞു, എൻ്റെ ഹാറ്റ് ഞാൻ ഇട്ടേക്കുന്നത് പാർട്ടിയിൽ നിന്ന് വന്നതുകൊണ്ടാണ്, എല്ലാവരും ക്ഷമിക്കണം, ഞാൻ ഇത്ര ഒരുങ്ങി വന്നത് ഞാൻ ഡയറക്റ്റ്ലി ഫ്രം പാർട്ടി വന്നതാണെന്ന് പറയുന്നു. അങ്ങനെ സ്കോട്ടിൻ്റെ വീട്ടിൽ നിന്ന് ഇവൾ എക്സിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോറ കോട്ടേജിൽ നിന്ന് ഇങ്ങനെ നടന്നിറങ്ങി. ആൻഡ്
ആ സമയത്ത് ലോറ റോഡിലെത്തിയപ്പോൾ ഒരു ഡിവൈഡ് കണ്ടു. അതായത് റിച്ച് ആളുകൾ താമസിക്കുന്നത് പോഷ് ഏരിയയിലും വളരെ ഇംപവർഷ്ഡ് ആയിട്ട് അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്നത് വേറൊരു ഏരിയയിലുമാണ്. ആ ഒരു ഡിവൈഡ് കറക്റ്റായിട്ട് ക്ലിയർ ആയിട്ട് ആ റോഡിൽ നിൽക്കുമ്പോൾ ലോറയ്ക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ലോറി വരുവാണ്. ലോറി എന്നിട്ട് അമ്മയുടെ അടുത്ത് പറയുവാണ് ലോറയ്ക്ക് എന്തോ ഒരു വിഷമം പോലെ, അതായത് ലോറ കരയുന്ന കണ്ടു എന്ന് പറയുന്നു. ആൻഡ് ദെൻ എന്നിട്ട് ലോറി പറയുവാണ് ചിലപ്പോൾ അവൾ ആ വീട്ടിൽ പോയത് അവൾക്ക് ചിലപ്പോൾ സങ്കടമായി കാണും. പക്ഷെ ലോറ പറയുന്നത് എന്താണ്, ആ ഒരു വീട്ടിൽ പോയതെന്ന് പറയുന്നത് വളരെ മാർവലസ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നും ആൻഡ് ലൈഫ് എന്ന് പറയുന്നത് എന്താണ്, ഇതല്ലേ ലൈഫ് എന്നിങ്ങനെ ലോറ ചോദിക്കുവാണ്. ഇതൊക്കെ അല്ലേ ലൈഫ് എന്നിങ്ങനെ കംപ്ലീറ്റ് ചെയ്തില്ല ആ ഒരു തോട്ട്, പക്ഷേ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ആൻഡ് നറേറ്റർ റീഡേഴ്സിൻ്റെ അടുത്ത് പറയുവാണ് നറേറ്ററിന് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി എന്താണ് ലോറ പറയാൻ ഉദ്ദേശിച്ചതെന്ന്. സ്റ്റോറി കൺക്ലൂഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലോറിയുടെ റെസ്പോൺസിലൂടെയാണ്. ലോറി ചോദിക്കുവാണ് ശരിയാണ് ഡാർലിംഗ്, ഇതൊക്കെ തന്നെയാണ് ലൈഫ്. ഇങ്ങനെ വെച്ചിട്ടാണ് ലോറി, അതായത് ബ്രദറും എൻഡ് ചെയ്യുന്നത് ഈ ഒരു കോൺവെർസേഷൻ. നമുക്ക് ഇതിനകത്ത് കുറച്ച് തീംസ് ഉണ്ട്, തീംസും കൂടി നോക്കണം. തീംസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വർക്ക്, അതുപോലെ തന്നെ പാർട്ടി, പിന്നെ ഈ അപ്പർ ക്ലാസ് മിഡിൽ ക്ലാസ് ഡിവിഷൻ, അതൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് വരുന്നത്. ഈ ഗാർഡൻ പാർട്ടി എന്ന് പറയുന്നത് ഈ വർക്കിംഗ് ക്ലാസ്സും അതുപോലെ തന്നെ ഈ എലീറ്റ് ക്ലാസ്സും. എലീറ്റ് ക്ലാസ് എന്ന് വെച്ചാൽ റിച്ച് ആയിട്ടുള്ള ആളുകൾ തമ്മിലുള്ള ആ ഒരു അൺഈക്വൽ ആയിട്ടുള്ള ആ ഒരു ഇംബാലൻസ് ഉണ്ടല്ലോ, അതായത് ഒരു ഡിവൈഡ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ്. എസ്പെഷ്യലി ന്യൂസിലൻഡിലുള്ള 20th സെഞ്ചുറി ന്യൂസിലൻഡിൽ ഹാപ്പൻ ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇവിടെ ഈ ഒരു ഗാർഡൻ പാർട്ടി എന്നുള്ള സ്റ്റോറി സംസാരിക്കുന്നത്. അതായത് അപ്പർ ക്ലാസ്സും ലോവർ ക്ലാസ്സും തമ്മിൽ സ്റ്റിൽ ഡിവിഷൻസ് ഉണ്ട്. ആൻഡ് അവർ നമ്മുടെ റൈറ്റർ ക്രിട്ടിസൈസ് ചെയ്യുവാണ് ഈ ഒരു സോഷ്യൽ ഡിവൈഡ്. അതായത് ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ലെഷർ ടൈമും പാർട്ടിയും ഒക്കെ ഒരുപാടുണ്ട്. ലേബറേഴ്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലേബറേഴ്സിന് പാർട്ടിയിൽ അവർക്ക് വേണ്ടി വീണ്ടും വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പാർട്ടി ഉണ്ട്, ലേബറേഴ്സിനെ അവർ ഇൻവൈറ്റ് ചെയ്യുമെങ്കിലും അവരവിടെ ചെന്ന് ജോലി ചെയ്യുകയാണ് ചെയ്യുന്നത്. എല്ലാ ക്യാരക്ടേഴ്സും സ്റ്റോറിയിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്നവരാണ്. ഷെറിഡൻസ് എന്ന് പറയുന്നത് എന്താണ്, പിന്നെ അപ്പർ ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്നവരാണ്. അവർ മറ്റവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നവരാണ്. അവർക്ക് ഒരു ഗാർഡനറുണ്ട്, ഡൊമസ്റ്റിക് സെർവൻസ് 3 പേരുണ്ട് അല്ലേ, ഒരു ഫ്ലോറിസ്റ്റ് ഉണ്ട്, ക്രീം പഫ് ഷോപ്പ് നടത്തുന്ന ഒരു മനുഷ്യൻ വരുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ ബാൻഡ് പാർട്ടിയൊക്കെ ഉണ്ട്, ബാൻഡ് സർവീസസും ഒക്കെ ഉണ്ട്. ഷെറിഡൻസ് അവരുടെ ചുറ്റിനും വർക്കേഴ്സ് ആണുള്ളത്. അവരുടെ വെൽത്ത് എന്ന് പറയുന്നത് തന്നെ, സോഴ്സ് ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് തന്നെ അൺനോൺ ആണ്. എവിടെ നിന്നാണ് ഈ പൈസ കിട്ടുന്നതെന്ന് പറയുന്നത് തന്നെ അൺനോൺ ആണ്. ഫാമിലി നല്ല രീതിയിൽ വർക്കേഴ്സിനെയൊക്കെ മൈക്രോ മാനേജ് ചെയ്യുന്നുണ്ട്. എന്നാലും അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ഒരുമാതിരിയാണ് അല്ലേ. മെഗ് എന്ന് പറയുന്ന ഷെറിഡന്റെ സിസ്റ്റർ എന്ന് പറയുന്നത് ഈ പിന്നെ മെഗിന് ശരിക്കും പറഞ്ഞാൽ ഈ വർക്ക്മെന്നെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നൊന്നും ഒരു പിടിയില്ല. അവളുടെ അടുത്ത് പോയി ഡീൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ മെഗ് പറഞ്ഞ് എനിക്ക് എൻ്റെ മുടി ഉണക്കാനുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ലോറിയാണ് ശരിക്കും പറഞ്ഞാൽ ഇവരുമായിട്ട് കുറച്ചെങ്കിലും ഒന്ന് സിങ്ക് ആവുന്നത്. പക്ഷെ ലോറിയും ലാസ്റ്റ് എന്താണ് നമുക്ക് മനസ്സിലാവും, ലോറിയും ഒരു കൈൻഡ് ഓഫ് പ്രിവിലേജ്ഡ് ആയിട്ടൊരു കുട്ടിയാണ്. കാരണം ഈ സ്കോട്ടിന്റെ മരണം അറിഞ്ഞപ്പം ക്യാൻസൽ ചെയ്യണമെന്നുണ്ടായിരുന്നു പാർട്ടി. പക്ഷേ ഹാറ്റ് ഇവളുടെ തലയിൽ വെച്ച് സുന്ദരിയാണെന്ന് അറിഞ്ഞപ്പം ഇവളുടെ മൈൻഡും മാറി. ഓക്കെ, പിന്നെ ഷെറിഡൻ എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് വെച്ചാൽ പാർട്ടിയുടെ സക്സസ് എന്ന് പറയുന്നത് ഇവർ തന്നെ ക്ലെയിം ചെയ്യുവാണ്. അതായത് പ്രിപ്പറേഷൻസ് എല്ലാം ഈ വർക്കേഴ്സ് ചെയ്തിട്ടും പാർട്ടി സക്സസ് ഞങ്ങൾ നല്ലപോലെ ചെയ്തതുകൊണ്ടാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മിസ്സസ് ഷെറിഡൻ പറയുന്നുണ്ട് ഈ മിസ്സസ് ഷെറിഡൻ ഈ സാൻഡ്വിച്ച് ഫ്ലാഗ്സ് കൊണ്ടുപോയി കുക്കിന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഹോസെ വെറുതെ ആണെങ്കിലും ആ ഒരു കുക്കിനെ വെറുതെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. 15 ടൈപ്സ് ഓഫ് സാൻഡ്വിച്ചസ് ഉണ്ടാക്കി എന്നും പറഞ്ഞ് കുക്കിന് ഇത് കള്ളത്തരമാണെന്ന് മനസ്സിലായതുകൊണ്ട് വെറുതെ സ്മൈൽ ചെയ്യുകയാണ് ചെയ്തത്. ആൻഡ് അതുപോലെ തന്നെ ഗസ്റ്റുകൾ ഷെറിഡന്റെ പാർട്ടിയെ പ്രൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്ച്വലി ഈ ഒരു പാർട്ടി സക്സസ്ഫുൾ ആക്കിയത് ഈ സെർവൻസും വർക്ക്മെനും ഡെലിവറി പീപ്പിളുമാണ്. അവർക്ക് യാതൊരു വിധത്തിലുള്ള റെക്കഗ്നീഷനും കിട്ടിയിട്ടില്ല. ഷെറിഡൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ മിസ്റ്റർ സ്കോട്ടിന്റെ ഡെത്തിനോട് ഇൻഡിഫറന്റ് ആണ് അല്ലേ. ആക്സിഡന്റ് വന്നിട്ടാണ് മരിച്ചതെന്ന് പറഞ്ഞപ്പോൾ പക്ഷേ ഇവർ പറഞ്ഞ കുടിച്ചിട്ടെങ്ങാണോ ആയിരിക്കും മരിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. വളരെ നാച്ചുറൽ ആയിട്ടാണ് ഇയാൾ മരിച്ചതെന്നും ഒരു സിമ്പതിയും ഇല്ല ഈ വർക്കിംഗ് പീപ്പിളിനോട്. ആൻഡ് അതുപോലെ തന്നെ പാർട്ടി ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മിസ്സസ് ഷെറിഡൻ ഇവളെ വഴക്ക് പറയുകയാണ് ചെയ്തത്. ആൻഡ് മിസ്സസ് ഷെറിഡൻ എന്ന് പറയുന്നത് എന്താണ്, വളരെ അൺകെയറിങ് ആയിട്ടുള്ളൊരു സ്ത്രീയാണ്. ഈ സ്കോട്ടിന്റെ സഫറിങ്, അതായത് പിന്നെ പൂക്കൾ കൊടുത്ത് വിടട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ലില്ലിയുടെ ഡ്രസ്സ് ചീത്തയാവും, ലില്ലി പൂക്കളുടെ സ്റ്റെം വെച്ച് ലോറയുടെ ഡ്രസ്സ് ചീത്തയാവും എന്നാണ് ഹോസെ പറഞ്ഞത്. അപ്പോൾ അതിനകത്തെല്ലാം നമുക്ക് ഈ ഒരു നമുക്കൊരു കൈൻഡ് ഓഫ് ഒരു ക്രിഞ്ച് ആയിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഈ ഒരു ഡിവിഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവളുടെ മിസ്സസ് ഷെറിഡൻ എന്ന് പറയുന്നത് വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. അവർക്ക് പൂവർ എന്ന് പറയുന്നത് പൂവർ തന്നെയാണ്, ഇവർ വളരെ വെൽത്തി ആണെന്നുള്ള ആ ഒരു സുപ്പീരിയർ ആറ്റിറ്റ്യൂഡ് ഉണ്ട്. വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് പുലർത്തുന്ന സ്ത്രീയാണ് മിസ്സസ് ഷെറിഡനും. അതുപോലെ തന്നെ ആ ഫാമിലി ഫുള്ളും അത് തന്നെയാണ്. പിന്നീടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബ്യൂട്ടിയും പ്രിവിലേജും ഇതിനകത്ത് വരുന്നുണ്ട്. ബ്യൂട്ടിയും പ്രിവിലേജ് എന്ന് പറയുമ്പോൾ ഷെറിഡൻ ഫാമിലി വളരെ പ്രിവിലേജ്ഡ് ആണ്. അപ്പിയറൻസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വ്യക്തികളാണ് അല്ലേ. ഗാർഡൻ്റെ കാര്യമാണെങ്കിലും ഹാറ്റ് വെക്കുന്ന കാര്യമാണെങ്കിലും എല്ലാം.
പിന്നെ വളരെ ലക്ഷൂറിയസ് ആണ് ഇവർ. ബ്യൂട്ടിക്ക് പവർഫുൾ ഇൻഫ്ലുവൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ റിച്ച് ആയിട്ടുള്ള ആളുകളുടെ മേലുള്ളത്. അത് പിന്നെ അവർ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യമാണ്. മുടി ഉണക്കുന്ന കാര്യമാണെങ്കിലും ഹാറ്റ് വെക്കുന്ന കാര്യമാണെങ്കിലും ലില്ലിപ്പൂക്കൾ കാര്യമാണെങ്കിലും ബാൻഡ്, ഈ മാർക്വി അല്ലെങ്കിൽ ടെൻറ്റ് പോലുള്ള ഈ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ബ്യൂട്ടിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് അതാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഗാർഡൻ പാർട്ടിൽ ഒരുപാട് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണുള്ളത്. ഗസ്റ്റുകളെ ഹാപ്പിനെസ്, അതായത് ഗസ്റ്റുകളെ വെൽക്കം ചെയ്യാനും ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുമൊക്കെയാണ് ഉള്ളത് ഇതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ സാൻഡ്വിച്ചിന് നെയിം ഫ്ലാഗ്സ് വെക്കണമെന്ന് പറയുന്നതൊക്കെ എന്താണ്, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളാണ്, സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് വർക്കിംഗ് ക്ലാസ്സുമായിട്ട് എംപതൈസ് ചെയ്യാൻ ലോറ ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ പിന്നീട് ഇവളും ആ റിച്ച് ആയിട്ടുള്ള ആളുകളുടെ തന്നെ സ്വരൂപം കാണിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. പിന്നെ ലോറ അവസാനമാണ് ലൈഫിൻ്റെ ആ ഒരു ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ കോംപ്ലക്സിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. സ്കോട്ടിൻ്റെ ഡെഡ് ബോഡി കണ്ടപ്പോഴും അവരുടെ ആ ഒരു വർക്കിംഗ് കണ്ടീഷൻ, അവരുടെ ആ ഒരു ലിവിങ് കണ്ടീഷൻസ് കണ്ടപ്പോഴുമാണ്. ആദ്യമേ ഇൻഡിഫറൻ്റ് ആയിട്ട് മാറുന്നുണ്ടെങ്കിലും പിന്നീട് ഈ ഒരു ലിവിങ് കണ്ടീഷൻസ് മനസ്സിലാക്കുമ്പോൾ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് ഇതിനകത്ത് വരുന്ന. പിന്നെ ക്യാരക്ടർ സ്കെച്ച് നമുക്ക് നോക്കണം. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുമ്പോൾ ലോറ എന്ന് പറയുന്നത് അഡ്വഞ്ചറസ് ആയിട്ടൊരു നമ്മുടെ സ്റ്റോറിയുടെ പ്രൊട്ടഗോണിസ്റ്റാണ്. ടീനേജ് ഡോട്ടറാണ്. അതുപോലെ തന്നെ ലോറയ്ക്ക് ലോറീന്നും ഹോസെന്നും മെഗ് എന്ന് പറഞ്ഞ് 3 സിബ്ലിങ്സും കൂടിയുണ്ട്. അമ്മ ഇവളെയാണ് ആർട്ടിസ്റ്റിക് വൺ എന്ന് പറയുന്നത്. ആൻഡ് പ്രിവിലേജ്ഡ് ക്ലാസ്സിൻ്റെ ഈ ഒരു, അതായത് പിന്നെ ഇവൾക്ക് ഇടയ്ക്ക് വെച്ച് മനസ്സിലാവുന്നുണ്ട്, അതായത് റിച്ച് പുവർ പീപ്പിൾ ഡിവൈഡിനെ കുറിച്ച് ഇടയ്ക്ക് വെച്ച് ഇവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും പക്ഷേ ഇവളും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. പിന്നെ എക്സ്ട്രാ ഓർഡിനറി, അതായത് വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഇവൾ നൈസായിട്ട് എല്ലാവരുടെ അടുത്ത് പെരുമാറുന്നുണ്ടെങ്കിൽ ഇവളുടെ മൈൻഡിൽ ഇവൾ എപ്പോഴും റിച്ച് ആണ് എന്നുള്ളൊരു ഇത് തന്നെയാണുള്ളത്. വർക്കിംഗ് ക്ലാസ് സ്ട്രഗിളിനെ കുറിച്ച് പഠിക്കുന്നത് ഇവളെപ്പോഴാണ്, ആ സ്കോട്ടിൻ്റെ ഡെത്തിൻ്റെ, അതായത് സ്കോട്ടിൻ്റെ ഫാമിലിയിൽ വിസിറ്റ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ അവൾക്കൊരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുവാണ്. ലൈഫിനെ കുറിച്ചും ഡെത്തിനെ കുറിച്ചും വെൽത്തിനെ കുറിച്ചും പോവർട്ടിയെ കുറിച്ചൊക്കെ ഇവൾ ആ സമയത്താണ് അറിയുന്നത്. ലോറി എന്ന് പറയുന്നത് ബ്രദറാണ് ലോറയുടെ. പിന്നെ ലോറയുമായിട്ട് ആ ഒരു ഏജിൻ്റെ കാര്യത്തിൽ വളരെ ക്ലോസ് ആണ്. അത് ഒരു 1-2 വയസ്സിന് ഡിഫറൻസേ ഉള്ളൂ. വളരെ ഫോർമലായിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് പയ്യനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലോറയുമായിട്ട് നല്ല രീതിയിൽ അറ്റാച്ച്മെൻ്റ് ഉണ്ട്. ലോറയെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നത് ലോറിയാണ്, ആ ഒരു ലാസ്റ്റ് വൺ. പിന്നെ മിസ്സസ് ഷെറിഡൻ എന്ന് പറയുന്ന ഒരു പാസീവ് കൺട്രോളിങ് ആയിട്ടുള്ളൊരു മദറാണ്. ഒബ്സസീവായിട്ട് ഈ പാർട്ടി വേണം, അതായത് ഈ പിള്ളേരെ കൊണ്ടാണ് ഈ പ്രിപ്പറേഷൻസ് ഫുള്ള് ചെയ്യിക്കുന്നത്. അതോറിറ്റേറ്റീവ് ആണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാവരെയും കൺട്രോൾ ചെയ്ത് നടക്കുന്ന ഒരു വ്യക്തിയാണ്. സ്കോട്ടിൻ്റെ ഡെത്ത് അറിഞ്ഞിട്ട് ഇവർ വളരെ സൂപ്പർഫിഷ്യലായിട്ടും ഇൻഡിഫറൻ്റ് ആയിട്ടുമാണ് പെരുമാറുന്നത്. പിന്നെ അതായത് ലോറ പാർട്ടി ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ലോറയെ കളിയാക്കുന്നുണ്ട്, ഇവർ റിഡിക്യൂൾ ചെയ്യുന്നുണ്ട്. പിന്നെ അത്രയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഹോസെ ഷെറിഡൻ എന്ന് പറയുന്നത് ഒരു അസേർട്ടീവ് ആയിട്ടുള്ളൊരു ബോസിങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, അല്ലെങ്കിൽ ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, സെർവൻസിനെ ആണെങ്കിലും സിബ്ലിങ്സിനെ ആണെങ്കിലും. പിന്നെ ലോറയെക്കാട്ടിലും യങ്ങറാണ് ഈ കുട്ടി ഹോസെ എന്ന് പറയുന്നത്. അമ്മയുടെ വിശ്വസ് എന്താണോ അത് വില്ലിംഗ് ആയിട്ട് എൻഫോഴ്സ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഹോസെ. പിന്നെ ഹോസെ പാട്ടൊക്കെ പാടുന്നുണ്ട്. പിന്നെ മെഗ് പിയാനോ ഒക്കെ വായിക്കുന്നൊരു കുട്ടിയാണ്. ആൻഡ് അമ്മയുടെ അപ്രൂവലിന് വേണ്ടി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഹോസെ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് നറേറ്റർ എന്ന് പറയുന്നത് ഒരു 3rd പേഴ്സൺ നറേറ്ററാണ് നമുക്കുള്ളത്. ഇമ്പാർഷ്യൽ ആയിട്ടുള്ള നറേറ്ററാണ്. നറേറ്റർ ആർക്ക് വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? പൂവർ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് നറേറ്റർ കമൻട്രി നടത്തുന്നത്. ഓക്കെ. പിന്നീട് മെഗ് ഷെറിഡൻ എന്ന് പറയുന്നത് ലോറയുടെ സിബ്ലിംഗ് ആണ്. മൈനർ ക്യാരക്ടറാണ്. സൈലൻ്റ് ആയിട്ടാണ് സ്റ്റോറിയിൽ പോകുന്നത്. മെഗ് ഒരു കംഫർട്ടബിൾ ലൈഫാണ് ലീഡ് ചെയ്യുന്നത്. ഇത്രയും പിയാനോ വായിക്കും ആരാണ് മെഗ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. മിസ്റ്റർ ഷെറിഡൻ എന്ന് പറയുന്ന ഒരു ഫാമിലി മാനാണ്. ട്വൈസ് ആയിട്ട് നറേറ്റ് സ്റ്റോറിക്കകത്ത് വരുന്നുള്ളൂ. ഇയാൾ സ്കോട്ടിൻ്റെ ഡെത്ത് അറിയുമ്പോൾ ഇയാൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത്രയും ഒരു ഇതാണ് ഇതിനകത്ത് വരുന്നത്. ലോറയുടെ ഹാറ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിളാണ് ഈ ഒരു സ്റ്റോറിക്കകത്ത്. അപ്പം ലോറയുടെ ഹാറ്റ് എന്ന് പറയുമ്പോൾ ഈ ഫാമിലിയുടെ ഹൈ സോഷ്യൽ സ്റ്റേറ്റസിനെ കാണിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വെൽത്ത് ആൻഡ് ബ്യൂട്ടി അല്ലെങ്കിൽ ആ കറക്റ്റീവ് നേച്ചർ ഓഫ് ഈ റിച്ച് ഫാമിലിയാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ടെൻറ്റ് ഉണ്ടല്ലോ, മാർക്കി എന്ന് പറയുന്ന ടെൻറ്റ് ഉണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ ഇവരുടെ ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു അപ്ബ്രിങ്ങിങ്ങിനെ കാണിക്കുന്നതാണ്. അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, സൂപ്പർഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ് ഇവർക്ക് പാർട്ടിയിൽ എപ്പോഴും യൂസ് ചെയ്യാൻ താല്പര്യം, ആ ഒരു ടെൻറ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റോറിക്കകത്ത് നിങ്ങൾ നോക്കേണ്ടതായിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.